ഇതാ ഈ തോൽവിക്ക് പിന്നാലെ CPM-ൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നത്. മേയർ ആര്യ രാജേന്ദ്രനെതിരെ രംഗത്തെത്തുകയാണ് മുൻ കൗൺസിലറായിട്ടുള്ള ഗായത്രി ബാബു. ആര്യ രാജേന്ദ്രന് പാർട്ടിയേക്കാൾ വലുതെന്ന ഭാവമുണ്ട് എന്നൊക്കെയായിരുന്നു വിമർശനം ഉയർത്തിയിരിക്കുന്നത്. വിവിധ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കോർപ്പറേഷനിലെ വലിയ പരാജയത്തിന് പിന്നാലെ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരികയാണ്. നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന ചെയർപേഴ്സൺ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അദ്ദേഹം ഗായത്രി ബാബു ആണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വഞ്ചിയൂർ ബാബുവിൻ്റെ മകളാണ്. നിലവിൽ വഞ്ചിയൂരിൽ നിന്ന് മത്സരിച്ച ആളാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിരൂക്ഷമായ വിമർശനമാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വിജയിച്ച 29 പേരും വ്യക്തിപ്രഭാവത്തിൻ്റെ പേരിൽ മാത്രം വിജയിച്ചതാണ് എന്ന് ഗായത്രി ബാബു പറയുന്നു. ഒപ്പം പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നേക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവുമായിരുന്നു മേയർ ആര്യ രാജേന്ദ്രന് ഉള്ളത് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അധികാരമായി തൻ്റെ മുകളിലുള്ളവരോട് അതിവിനയം കാണിക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു ആര്യ രാജേന്ദ്രൻ എന്ന് ഫേസ്ബുക്ക് പറയുന്നു. കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസ് ആക്കി മേയറുടെ ഓഫീസ് മാറ്റുകയാണ് ആര്യ രാജേന്ദ്രൻ ചെയ്തത്. പാർട്ടിയുടെ വിലയിരുത്തലുകളും വിശകലനങ്ങളും ഒക്കെ വന്നു തുടങ്ങിയോ? ആര്യയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടാണോ പാർട്ടി ഒരു നിലപാടെടുക്കാൻ പോകുന്നത്? എന്താണ്, എവിടെയാണ് വീഴ്ച പറ്റിയത്? ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തിരുവനന്തപുരത്ത് സ്വാധീനിച്ചിരിക്കാനിടയില്ലേ? മാത്രമല്ല, ഈ ആര്യയുടെ സ്ഥാനാർത്ഥിത്വം വീണ്ടും എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ച ഘട്ടത്തിൽ തന്നെ നേതാക്കൾ ആര്യ അത്രത്തോളം സംരക്ഷിച്ചുകൊണ്ടാണ് വലുത് വരാനുണ്ടെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൽ ആര്യ രാജേന്ദ്രനുള്ള വിമർശനങ്ങൾ എങ്ങനെയായിരിക്കും പാർട്ടി നോക്കിക്കാണുക? ആര്യ രാജേന്ദ്രനെതിരെ പാർട്ടിയുടെ ഒരു വിമർശനങ്ങൾ ചെറിയ കോണുകളിൽ നിന്ന് തന്നെ ഉയർന്നപ്പോൾ ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPIM-ന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും എത്തിയത്. 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെ 8ാം ക്ലാസ്സിൽ കൊണ്ടിരുത്താൻ പറ്റില്ലല്ലോ എന്നതായിരുന്നു ശിവൻകുട്ടിയുടെ ചോദ്യം. സംസ്ഥാന സെക്രട്ടറിയും ആ തരത്തിൽ അമേരിക്കയിലെ മേയറോട് ഉപമിച്ചൊക്കെയാണ് ആര്യ രാജേന്ദ്രനെ അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ പ്രചരണ രംഗത്ത് ആര്യ രാജേന്ദ്രനെ സജീവമാക്കി പാർട്ടിയെ ഇറക്കിയിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ജില്ലാ നേതൃത്വത്തിലുള്ളവരോട് ചോദിക്കുമ്പോൾ 3 വാർഡുകളിലായിരുന്നു, മുടവൻമുകൾ അടക്കമുള്ള വാർഡുകളിലായിരുന്നു ആര്യയ്ക്ക് ഫോക്കസ് ചെയ്യാൻ പാർട്ടി നിർദ്ദേശം നൽകിയത് എന്നതായിരുന്നു മറുപടി. സ്വാഭാവികമായും ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തി പ്രചാരണം നയിക്കുന്നത് തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ പാർട്ടിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ പ്രാഥമികമായി പാർട്ടി ഈ തോൽവിയെ കാണുന്നത് അങ്ങനെ മാത്രമല്ല. പ്രത്യേകിച്ച് BJP അടിത്തട്ടിൽ വലിയ തോതിലുള്ള പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു. അത് അതേപടി തിരിച്ചറിയാൻ CPIM-നോ LDF-നോ കഴിഞ്ഞില്ല. ശബരിമല വിഷയം ഓരോ വീടുകളിൽ പോയി അവർ പ്രചരണം നടത്തി. അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രാഥമികമായി പാർട്ടിയുടെ വിലയിരുത്തലുള്ളത്. തൊട്ടടുത്ത ദിവസം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി യോഗവും ചേർന്നായിരിക്കും അത് വിലയിരുത്തുക. പക്ഷേ CPIM-നെ സംബന്ധിച്ച് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു പതനമാണ് തിരുവനന്തപുരത്തുണ്ടായത്. അവർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അവിടെ വിജയിച്ചത് BJP ആണ് എന്നതാണ് CPIM-ന് ഏറ്റവും വലിയ പ്രശ്നം. അതാണ്. ഏതായാലും ആര്യ രാജേന്ദ്രനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് LDF-ൽ CPM-ലൊക്കെ തന്നെ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. റോഷ്നി, ഇതിലിപ്പോൾ UDF-ഉം നല്ല രീതിയിൽ അവിടെ പ്രചാരണം നടത്തിയിട്ടുണ്ട്. K. മുരളീധരൻ തന്നെ മത്സരത്തിന് അല്ലെങ്കിൽ പ്രചാരണത്തിന് അദ്ദേഹം തന്നെയാണ് അതിനെ നയിച്ചിരുന്നത്. K. മുരളീധരനെ സംബന്ധിച്ച് കൂടി അത് വീടുകൾ കയറി ഇറങ്ങുന്നു, സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യമായി ഇടപെടുന്നു, വലിയൊരു പങ്കുണ്ട് എത്തുന്നു. പ്രത്യേകിച്ച് പിന്നെ ശബരിനാഥനെ പോലുള്ള മുൻ MLA ഒക്കെ മുഖമായി ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ്. നോക്കൂ, ഇക്കുറി നിർത്തിയിരുന്ന ഗ്ലാമർ സ്ഥാനാർത്ഥികളെല്ലാം വിജയിച്ചു. വൈഷ്ണയുടെ വിജയം അതിൽ ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ഒരു ഘട്ടത്തിൽ വൈഷ്ണവ് ഒരു ഗ്ലാമർ സ്ഥാനാർത്ഥിയായിരുന്നില്ല, പക്ഷേ നടന്നിട്ടുള്ള വിവാദങ്ങളെല്ലാം ഒരു ഗ്ലാമർ സ്ഥാനാർത്ഥിയാക്കി വൈഷ്ണയെ മാറ്റുകയായിരുന്നു. അവിടെയും ആര്യയുടെ പേര് കേട്ടിരുന്നു. എന്തായാലും അത്തരം വിവാദങ്ങൾ കൂടി അവിടെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നത് വിശദമായി തന്നെ പാർട്ടി പരിശോധിക്കുമായിരിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഭരണവിരുദ്ധ വികാരമായിരുന്നു. ഇപ്പോൾ ഈ ഇലക്ഷന് തൊട്ട് മുൻപാണ് ശ്രീ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം സ്വർണ്ണക്കൊള്ളയിൽ പുതിയ ആരോപണം ഉന്നയിക്കുന്നു. രാജ്യാന്തര കടത്തിനെ കുറിച്ചൊക്കെ പറയുന്നു. ഇനി അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം വീണ്ടും മൊഴിയെടുക്കാൻ പോകുന്നു, തെളിവുകൾ കൈമാറാൻ പോവുകയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെക്കുന്ന UDF-ന് അത് പ്രധാനവുമാണ്.